ഓം സദ്ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വളരെ പ്രശസ്തമായ ഒരു സമർപ്പണ ശ്ലോകം കേട്ടിട്ടുണ്ടാകും. കായേന വാച മനസ്സേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ. വളരെ പ്രസിദ്ധമാണ്. പലപ്പോഴും നമ്മുടെ ഭജനകളും ഭാഗവത പാരായണവും അതുപോലെയൊക്കെയുള്ള ദിവ്യക്രിയകൾ സമാപിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലാറുള്ള ഒരു ശ്ലോകമാണിത്. ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്: കായേന ശരീരം കൊണ്ട്, വാച വാക്കുകൊണ്ട്, മനസ്സേന്ദ്രിയേർവ മനസ്സുകൊണ്ട്, 10 ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ബുദ്ധ്യാത്മന നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, പ്രകൃതേ സ്വഭാവ പ്രകൃതി സ്വഭാവം കൊണ്ട്, നമ്മുടെ പ്രകൃതി കൊണ്ട്, സഹജമായ സ്വഭാവം കൊണ്ട്, യദ്യത് കരോമി എന്തൊക്കെയാണോ നമ്മൾ ചെയ്തു പോകുന്നത് അത് മുഴുവൻ നാരായണായേതി സമർപ്പയാമി, നാരായണനായിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിനർത്ഥം. ഇത് വളരെ പ്രസിദ്ധമാണ്. നമ്മൾ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം നാരായണന് സമർപ്പിക്കണം എന്ന് ഉപാസകന്മാരോട് നമ്മുടെ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും, എന്ത് ചെയ്താലും, എന്ത് ചിന്തിച്ചാലും അത് ഭഗവാന് സമർപ്പിക്കുക. പക്ഷെ ഇതിനകത്ത് ഒരു പ്രത്യേകതയുള്ളത്, നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പൊതുവെ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. നമ്മുടെ പ്രഭാഷകന്മാർക്ക് പറ്റുന്ന ചില വലിയ അബദ്ധങ്ങളുണ്ട്. നിങ്ങൾ ഈ പ്രഭാഷണങ്ങൾ റെഗുലറായിട്ട് കേൾക്കുന്നവരല്ലേ? നമ്മുടെ സന്യാസിമാർ വന്നാൽ പറയുന്നത് മുഴുവൻ അദ്വൈതമാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ മായയാണ്, പരബ്രഹ്മം മാത്രമാണ് സത്യം. ജീവിതം സത്യമല്ല, പരബ്രഹ്മം മാത്രമേ ഉള്ളൂ സത്യം. നമ്മുടെ ആത്മാവ് തന്നെയാണ് പരബ്രഹ്മം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന പല ഗൃഹസ്ഥർക്കും ഭയങ്കര സംശയം ഉണ്ടാവും. ഈ ഭക്ഷണം കഴിക്കുന്നത്, ഒരുമാതിരി കൊള്ളാവുന്ന വസ്ത്രം ധരിക്കുന്നത്, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ മായയല്ലേ? പിന്നെ ഇതിന്റെ എന്ത് പ്രാധാന്യമാണുള്ളത്? സാമൂഹ്യ പ്രവർത്തകനായ ഒരാൾ ഒരു തവണ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ സാമൂഹ്യ പ്രവർത്തനം നിർത്തിവെക്കാൻ പോവുക. അതിന്റെ കാരണം, ഈ സാമൂഹ്യ പ്രവർത്തനമൊക്കെ എന്തിനാ? എല്ലാം മായയല്ലേ? ഇത് വാസ്തവം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ വൈദിക സിദ്ധാന്തങ്ങൾ ആശ്രമത്തിൽ പോയി ഗുരുവിൽ നിന്ന് താമസിച്ചു പഠിച്ചതാണ്. അവിടെയും മുഴുവൻ മായയാണെന്ന് വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ പറഞ്ഞതായിട്ട് കൃത്യമായിട്ട് എനിക്കറിയാം. മിഥ്യയാണ്, ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാഥമികമായ ചില കാര്യങ്ങളുണ്ട്, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ സംഗതി, നമ്മുടെ പ്രമാണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? സനാതനധർമ്മത്തിന്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളുമാണ്. പിന്നെ 10 ഉപനിഷത്തുകൾ, ശുദ്ധ ഭാഗവതം, ഭഗവത്ഗീത. ഈ ശുദ്ധ ഭാഗവതം എന്ന് എടുത്തു പറയാൻ കാരണം, ഭാഗവതത്തിന്റെ ഒറിജിനൽ ശരിക്കുള്ള രൂപം അതിനേതാണ്ട് 8000 ശ്ലോകങ്ങളേ ഉള്ളൂ. അതായത് ഭാഗവതം രചിക്കപ്പെടുന്ന കാലത്ത് 8000-ഓളം ശ്ലോകങ്ങളെ അതിലുള്ളൂ. ഇപ്പോഴതിന്റെ ഇരട്ടിയിലധികം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അത് രചിച്ചയാൾ എഴുതിയതല്ല. അപ്പൊ ഭാഗവതത്തെ 2ആയിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് ശുദ്ധ ഭാഗവതം, ഒന്ന് നിലവിലുള്ള ഭാഗവതം. നിലവിലുള്ള ഭാഗവതത്തിനകത്തെ പല കാര്യങ്ങളും വ്യാസൻ എഴുതിയ സമയത്ത് അതിനകത്തില്ല, പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ ഈ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളെ ലക്ഷണബാഹ്യം എന്നാണ് പറയുക. പക്ഷെ ഇത് നിങ്ങൾ പെട്ടെന്ന് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ മുഴുവൻ കൂട്ടിച്ചേർത്തതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഒട്ടും യുക്തിക്ക് നിരക്കാത്തതെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ മുഴുവൻ വ്യാസൻ എഴുതിയതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിക്കും ഗജേന്ദ്രമോക്ഷം. ഒരു ആനയെ മുതല വിചാരിച്ചാൽ ആനയുടെ കാല് പിടിച്ച് വലിക്കാൻ പറ്റില്ല. ഞാനിത് പല ജന്തുശാസ്ത്രജ്ഞന്മാരോടും ചോദിച്ചിട്ടുണ്ട്. ഗജേന്ദ്രൻ ഇങ്ങനെ വരികയായിരുന്നു. ഗജേന്ദ്രൻ വിഹരിച്ച് നടന്ന് ഒരു ജലാശയത്തിന് സമീപം എത്തുകയും ജലാശയത്തിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പൊ മുതല കയറി കാലെ പിടിക്കുന്നു. കുറെ അധികം വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ ഗജേന്ദ്രൻ ഇങ്ങനെ കാല് പിടിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ പറ്റുന്നില്ല. മുതല കയത്തിലോട്ട് വലിക്കുന്നു. അവസാനം ഈ ജലാശയത്തിലെ താമരപ്പൂക്കൾ പറിച്ച് ഭഗവാനെ അർച്ചിക്കുന്നു ഗജേന്ദ്രൻ. 1000 വർഷങ്ങളോളമാണ് അർച്ചിക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഭഗവാൻ ഗരുഡന്റെ മേൽ കയറി പ്രത്യക്ഷനാവുകയും
ചക്രായുധം കൊണ്ട് മുതലയെ നശിപ്പിച്ച് ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് കഥ. ഇത് നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി, ആചാര്യന്മാർ ഇത് വളരെ കൃത്യമായി ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തെ സംബന്ധിച്ച് ചില സൂത്രങ്ങൾ, സമീക്ഷാ സൂത്രങ്ങളുണ്ട്. അതിനകത്ത് ഈ ഓരോ കഥയും എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഗജേന്ദ്രൻ എന്ന് പറയുന്നത് ആത്മാവാണ്. സ ഏവ ആത്മാ. ഗജേന്ദ്രൻ ആത്മാവാണ്. ഈ മുതല പിടിച്ചാൽ ഗജേന്ദ്രനെ കാലെ പിടിച്ച് വലിച്ച് കയറ്റിലോട്ടൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല. ആനയെ, അത് വലിയ ആനയല്ലേ, അത് പതുക്കെ ഒന്ന് അമർത്തിയാൽ മുതലയുടെ അടപ്പ് തട്ടിപ്പോവും, മുതല ചതഞ്ഞു പോകും. പിന്നെ ഇപ്പൊ എന്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നക്രം എന്ന് പറഞ്ഞിരിക്കുന്നത് മൃത്യുവിനെയാണ്. ഗജേന്ദ്രൻ ആത്മാവാണ്, മുതല മൃത്യുവാണ്. ജനിക്കുന്ന സമയം മുതൽ ആത്മാവിനെ മൃത്യു ഗൃഹീത ഇവ കേശേഷു മൃത്യുനാ ധർമ്മമാചരേ. ജനിക്കുന്ന സമയം മുതൽ മൃത്യു നിങ്ങളെ കയറി പിടിച്ചിരിക്കുക. നിങ്ങളെ നല്ല എല്ലാ ജീവജാലങ്ങളെയും. ഏത് സമയത്താണ് ഇത് പൂർണ്ണമായും മൃത്യുവിന്റെ കയ്യിൽ പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. പലരും ധരിച്ചിരിക്കുന്നത് പ്രായം എത്തുന്നത് കൊണ്ടാണ് മരിക്കുന്നതെന്നാണ്. പ്രായം എത്തുന്നത് കൊണ്ടല്ല മരിക്കുന്നത്, മരണത്തിന് വേറെ കാരണങ്ങളുണ്ട്. പ്രായം എത്തുന്നത് കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ഗർഭപാത്രത്തിൽ നിന്ന് ചാപിള്ളയായി പുറത്തു വരുമോ? 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമോ? ചിലർ ഇടയ്ക്കൊക്കെ അങ്ങ് മരിച്ചു പോകുന്നു, ചിലർ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു, ചിലർ ചാപിള്ളയായിട്ടാണ് പിറക്കുന്നത് പോലും. അപ്പോ ഇത് പ്രായം ചെല്ലുന്നത് കൊണ്ടല്ല മരിക്കുന്നത്, മരണത്തിന് വേറെ കാരണങ്ങളുണ്ട്. മരണത്തിന്റെ കാരണങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ഋഷീശ്വരന്മാർ നമുക്കതിനെ ഉല്ലംഘിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഭാഗവത യജ്ഞാചാര്യന്മാരുടെ പണിയാണ്. ഇത് മുഴുവൻ വായിച്ച് നമുക്ക് വിശദീകരിച്ചു തരണം. ഇതിന്നതാണ് ഇതിന്നതാണ് എന്ന് വിശദീകരിച്ചു തരണം. എനിക്ക് തോന്നുന്നില്ല അവരിത് ഫലപ്രദമായിട്ട് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭാഗവതം കുത്തിയിരുന്ന് പഠിച്ചെങ്കിലേ കിട്ടുള്ളൂ. ഈ കഥ ചുമ്മാ പറഞ്ഞാൽ ഒന്നും കിട്ടുകയില്ല. കഥയ്ക്കകത്തൊന്നുമില്ല. ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. നക്രം എന്ന് പറയുന്നത് മരണമാണ്, മൃത്യുവാണ്, അത് പറഞ്ഞിട്ടുണ്ട്. 1000 വർഷം എന്തിനാണ് ഗജേന്ദ്രൻ താമരപ്പൂ കൊണ്ട് അർച്ചന ചെയ്തത്? ഒരാനയും 1000 വർഷം ജീവിച്ചിരിക്കുകയില്ല. 1000 വർഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവ് 1000 വർഷം, അതായത് ശരാശരി 100 വർഷം ഒരു ജന്മമെന്ന് വിചാരിച്ചാൽ പോലും 10ഓളം ജന്മങ്ങൾ ഗജേന്ദ്രന്റെ ആത്മാവ് നിരന്തരം മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ജന്മം എടുക്കുന്നു. അപ്പൊ നമ്മൾ ഒരു തപസ് അനുഷ്ഠിക്കുന്നു എന്ന് വിചാരിക്കുക, നാമം ജപിക്കുകയോ പാരായണം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, തപസ് അനുഷ്ഠിക്കുന്നു. അപ്പൊ നിങ്ങൾ കുറച്ച് തപസ് അനുഷ്ഠിച്ച് കഴിയുമ്പോഴായിരിക്കും മരണം വരിക. അപ്പൊ സ്വാഭാവികമായും അവിടെ അവസാനിച്ചിട്ട് അടുത്ത ജന്മത്തേക്ക് പോകുന്നു. അടുത്ത ജന്മത്തെ നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തതിന്റെ ബാക്കിയാണ് അടുത്ത ജന്മം. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ്. നിങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു പോകുന്നില്ല. നിങ്ങളുടെ നല്ല ഒരു ജീവിയുടെ ഒരൊറ്റ ജന്മം കൊണ്ട് അവസാനിച്ചു പോവില്ല. ഇത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നേരെ അടുത്ത ജന്മത്തേക്ക് പോവുക. ഇതിന് ഉപനിഷത്തുകൾ ഇതിന് പറയുന്ന പേരാണ് പഞ്ചാഗ്നി വിദ്യ, 5 അഗ്നികളുടെ വിദ്യ. ഈ 5 അഗ്നികളുടെ വിദ്യ എങ്ങനെയാണ് ആത്മാവ് അടുത്ത ശരീരം പ്രാപിക്കുന്നത് എന്ന് വിശദീകരിച്ച് പറഞ്ഞിരിക്കുക. അപ്പൊ ആത്മാവ് അടുത്ത ജന്മത്തേക്ക് പോവുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഈ നിങ്ങളുടെ കർമ്മബന്ധങ്ങളും ഇതെല്ലാം കൂടി കൊണ്ടാണ് അടുത്ത ജന്മത്തേക്ക് പോകുന്നത്. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഗ്രഹം നടന്നേ പറ്റൂ. കാമേശി, കാമദായിനി, കാമേശ്വരൻ എന്നൊക്കെ ഈശ്വരന് പേരുകളുണ്ട്. കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിപ്പിച്ചു തരുന്നവൻ എന്നാണ് വാക്കിനർത്ഥം. നിങ്ങൾ എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് സാധിച്ചിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ജന്മത്തിൽ തന്നെ നടക്കണമെന്നില്ല. ചിലപ്പോൾ അത് അടുത്ത ജന്മത്തേക്ക് പോയിരിക്കും. നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കും. പക്ഷെ അത് ഈ ജന്മത്തായിരിക്കില്ല. ചിലപ്പോൾ അതിന് 100 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. പക്ഷെ ആഗ്രഹിച്ചാൽ നടക്കും. എത്ര ജന്മങ്ങളെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നടക്കും. ഓരോ നിമിഷത്തിലും നമ്മൾ ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ നടന്നേ പറ്റൂ. അതുകൊണ്ടാണ് നമുക്ക് തുടർച്ചയായിട്ട് ജന്മം എടുക്കേണ്ടി വരുന്നത്. ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. 2, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണം. ഈ കർമ്മം ആചാര്യൻ പറയുന്നത് ഷഡ്കരണങ്ങൾ എന്ന് പറയും. 6 കരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഇത് ഓർത്തോണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ട് ആരും അറിഞ്ഞില്ലല്ലോ, സാരമില്ല, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. എന്റെ ആചാര്യൻ, എന്നെ ദർശനങ്ങൾ പഠിപ്പിച്ച ആചാര്യൻ ഹിമാചൽ പ്രദേശിലെ ഒരു രാജാവിന്റെ, അദ്ദേഹം രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു.
അദ്ദേഹത്തിന്റെ ഭാര്യ വിദ്യാവതി ശാസ്ത്രി എന്ന് പറയും, ഹിമാചൽ മഹാരാജാവിന്റെ മകളായിരുന്നു. അവർക്ക് ഒരുപാട് ആപ്പിൾ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആപ്പിൾ തോട്ടങ്ങൾ ഒരുപാട് ഏക്കർ കണക്കിന് ആപ്പിൾ തോട്ടങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ഒരു മുസ്ലിമിന് ഒരുപാട് ആപ്പിൾ തോട്ടങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലമാണ്, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുൻപുള്ള സമയമാണ്. ഓഗസ്റ്റ് 15 1947 മുമ്പുള്ള സമയമാണ്. അപ്പോ ഏതോ ഒരു പയ്യൻ ഈ മുസ്ലിമിന്റെ തോട്ടത്തിനകത്ത് കടന്നു കയറി ആപ്പിൾ പറിച്ചു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം ഒരു കമ്പം കൊണ്ട് അങ്ങോട്ട് ഒരു അടി അങ്ങ് കിട്ടി. അത് അവനെ ഓടിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ തലയ്ക്കായി പോയി അടി. ചെറുക്കൻ അവിടെ വീണ് കിടന്നു ചത്തു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആ പണത്തിന്റെ ബലം കൊണ്ട് കേസം ഒതുങ്ങി. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ബ്രിട്ടീഷ് പോലീസാണ്, അവര് വലിയ പോലുമില്ല. ആ കേസിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു. പുള്ളി ഒരു കാര്യം ചെയ്തു, ഈ കുട്ടിയുടെ ശവം എടുത്ത് അടുത്ത പറമ്പിൽ കൊണ്ടുവന്നിട്ടു. അങ്ങനെ പുള്ളി കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത പറമ്പിൽ കൊണ്ടുവന്നിട്ടപ്പോ പോലീസുകാർ വന്ന് അന്വേഷണമൊക്കെ നടത്തിയപ്പോ ആ പറമ്പുകാരനല്ല ഇത് ചെയ്തിരിക്കുന്നതെന്ന് പുള്ളിക്ക് ബോധ്യം വന്നു. കൂടുതൽ അന്വേഷണങ്ങൾക്കൊന്നും പോയില്ല, കേസ് അങ്ങ് എഴുതി തരും. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ മുസ്ലിം വന്ന് എന്റെ ഗുരുവിയോട് പറഞ്ഞു, കേട്ടോ, ഈ ദൈവം എന്ന് പറയുന്ന സാധനം ഒന്നും ഉള്ളതല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുത്തനെ തല്ലിക്കൊന്നു, അതെനിക്ക് ശിക്ഷ കിട്ടേണ്ടതല്ലേ, അതുകൊണ്ട് അതൊക്കെ ചുമ്മാതാ. അദ്ദേഹം പിന്നെ ദൈവത്തിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് വിട്ടു. കുറെ കഴിഞ്ഞ് അത് ഗുരുജിയൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് 1947 വന്ന് രാജ്യം വിഭജിച്ചു. പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും രണ്ടായി വിഭജിച്ചു. പാകിസ്ഥാനിലേക്ക് ഒരു കുറച്ച് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ മുഴുവൻ നിങ്ങൾ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ളത് പോലെ ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ ഗുരുജിയുടെ ഈ സുഹൃത്തും അദ്ദേഹത്തിന്റെ ഈ പുരയിടങ്ങൾ മുഴുവൻ വിറ്റിട്ട് അദ്ദേഹം പാകിസ്ഥാനിൽ പോയി താമസം ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കത്തിടപാടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കത്തെഴുതി 2-3 മാസം കൂടുമ്പോൾ ഓരോ കത്ത് എഴുതുമായിരുന്നു. അങ്ങനെ ആ ബന്ധം നിലനിന്നു. 10-30 വർഷങ്ങൾക്ക് ശേഷം ഒരു കത്ത് വന്നത് ഗുരുജി എന്നെ കാണിച്ചു. അതിനകത്ത് ഇദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഞാൻ തിരിച്ച് ഈ ദൈവവിശ്വാസത്തിലേക്ക് വരികയാണ്. എനിക്ക് താങ്കളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. പാകിസ്ഥാനിൽ ചെന്നപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് വിറ്റോണ്ട് പോയ പൈസ കൊണ്ട് അദ്ദേഹം അവിടെ കുറച്ച് ഭൂമി മേടിച്ച് ഇവിടെ ഒരു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കുകയായിരുന്നു. എന്തൊക്കെയോ ബിസിനസ്സായിരുന്നു. അവിടെ വലിയ നിയമവാഴ്ചയൊന്നുമുള്ള നാടല്ല പാകിസ്ഥാൻ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവിടെ ആരെയോ കൊണ്ടുവന്ന് ഇങ്ങേരുടെ തോട്ടത്തിനകത്ത്, ആരോ കൊണ്ടുവന്ന് ഇങ്ങേരുടെ തോട്ടത്തിൽ ഇട്ടു. പോലീസ് വന്നു, ഇയാളെ പിടിച്ചു. അയാളെ വിചാരണ ചെയ്തു. അയാളെ കൊല്ലാൻ തീരുമാനമായി. വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കിടന്നിട്ടാണ് ഈ കത്ത് എഴുതുന്നത്. പണ്ട് ഞാനൊരു കൊല ചെയ്തതാ, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പൊ അതേപോലുള്ള കുറ്റകൃത്യത്തിന് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഇതാ ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഷഡ്കരണങ്ങൾ 6 കരണങ്ങൾ കൊണ്ടും ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികൾ ഒന്നും വെറുതെ പോവില്ല. ഇതിന്റെ എല്ലാം ഫലം നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും. പക്ഷെ അനുഭവിച്ച് തീർക്കുന്നത് അടുത്ത ഒറ്റ ജന്മം കൊണ്ടായിരിക്കില്ല, അനവധി ജന്മങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും. ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കാരണം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ 100 കണക്കിന് ജന്മങ്ങൾക്ക് മുമ്പ് ചെയ്ത കർമ്മങ്ങൾ പോലും അതിന് കാരണമാകാം. മഹാത്മാ ബുദ്ധൻ അദ്ദേഹം സമാധിയാകുന്നതിന് കുറച്ചു മുമ്പ് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാലയിൽ ഒരു മുള്ളു കൊണ്ട് ചോര ഒഴുകാൻ തുടങ്ങി. അപ്പൊ ആനന്ദൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭഗവാനെ, സകല കർമ്മങ്ങളും അവിടുന്ന് തീർത്തതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങയുടെ കാലിൽ ഈ മുള്ളു തറച്ചത്? ഇത് ഏത് കർമ്മത്തിന്റെ ഫലമാണ്? ബുദ്ധൻ പറഞ്ഞു, 15,000 ജന്മങ്ങൾക്ക് മുൻപ് ഈച്ചയുടെ മണ്ടയ്ക്ക് ഞാൻ ഈർക്കിൽ കുത്തിയിരുന്നു. ആ ഒരു കർമ്മം ബാക്കി കിടന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് മുക്തിയിലേക്ക് പോകാൻ പറ്റാതെ പോയത്. ഇതാ ഇപ്പൊ അതും തീർന്നു. ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഞാൻ ഈ ശരീരം വിടും, മോക്ഷത്തിലേക്ക് പോകും. കാരണം എല്ലാ കർമ്മങ്ങളും അവസാനിച്ചു കഴിഞ്ഞു. ഇതിനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും കർമ്മം നിങ്ങളെ തേടി വരുമെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഷഡ്കരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. കർമ്മത്തിന്റെ രഹസ്യങ്ങളാണ്. 6 കരണങ്ങൾ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ഈ 6 കരണവും ശുദ്ധമാക്കണം. ഇതിന് ആചാര്യന്മാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബ്രഹ്മചാരി ചെയ്യുന്നതല്ല ഗൃഹസ്ഥൻ. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥി, സന്യാസി, ഈ 4 പേർക്കും 4 നിയമങ്ങളാണ്.
ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് വാക്കിനർത്ഥം. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അറിവ് നേടുന്നവൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്നേ ആ വാക്കിനർത്ഥമുള്ളൂ. വിവാഹം കഴിക്കാതിരിക്കുന്നതല്ല ബ്രഹ്മചര്യം. നമ്മൾ പലരും അങ്ങനെയാ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിചര്യ. വിദ്യാർത്ഥികൾ എങ്ങനെ ഇരിക്കണം, എന്ത് വാക്ക് പറയണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ കിടക്കണം, ഈ വിവരങ്ങളൊക്കെ ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. സമീക്ഷാസൂത്രങ്ങളുണ്ട്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന പോലെ കിടക്കണം, ഭൂമിശയനം ചെയ്യണം. ഭൂമിശയനം എന്ന് പറഞ്ഞാൽ തലയണ വെക്കാതെ നിവർന്ന് കിടക്കണം. തലയണ വെച്ച് കിടന്നാൽ എന്താ വരിക? ഏകാഗ്രത നഷ്ടപ്പെടും. ഭാവിയിൽ നിങ്ങൾക്ക് പെടലിക്ക് പ്രശ്നം ഉണ്ടാകും, നടുവിന് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ആചാര്യന്മാർ പറഞ്ഞു തലയണ വെക്കാതെ ബലമുള്ള പ്രതലത്തിൽ കിടക്കണം. ചാക്ക് കൊണ്ടോ കമ്പിളി കൊണ്ടോ ഉള്ള ഒരു വിരിപ്പിട്ടിട്ട് അതിന്റെ മുകളിൽ കോട്ടൺ വിരിച്ച് അതേ വേണം കിടക്കാൻ. അപ്പൊ നിങ്ങൾക്ക് പെടലിക്കും നടുവിനും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇതുപോലുള്ള ഒരുപാട് വിവരങ്ങൾ ബ്രഹ്മചര്യത്തെ കുറിച്ച് ആചാര്യന്മാർ പറയുന്നുണ്ട്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അറിവ് നേടുന്നവൻ ചെയ്യേണ്ട ചര്യകൾ, അതാണ് ബ്രഹ്മചര്യ. അല്ലാതെ വിവാഹം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല. വിവാഹം കഴിച്ചതിന് ശേഷം ബിഎഡിന് പോവുക, അല്ലെ PhDക്ക് പോവുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ബ്രഹ്മചര്യം വേണ്ടി വരും. പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും ശരീരത്തിൽ പൂർത്തി കിട്ടാനും ബലം കിട്ടാനും ധാരണാശേഷി വർദ്ധിക്കാനും ഓർമ്മ ശരിയാകാനും പഠിച്ചതൊക്കെ പറ്റിയ സമയത്തിന് ഓർമ്മ വരാനും ഒക്കെ ഈ ബ്രഹ്മചര്യ വേണം. ഇവ ഒരു പരീക്ഷയെ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ ചെയ്യുന്നത് അമ്മയുടെ സാരി എടുത്തുകൊണ്ട് ഫാനെ കയറി തൂങ്ങും. പിള്ളേരോടൊന്നും മിണ്ടാൻ പറ്റുകയില്ല. എന്തെങ്കിനാടാ അത് കാണിച്ചതെന്ന് ചോദിച്ചു പോയാൽ അത് കഴിഞ്ഞു. അടുത്ത ദിവസം അധ്യാപകനെ തേടി ആരെങ്കിലും ഒക്കെ വരും, നിങ്ങൾ തന്നെ ഇന്ന് തല്ലിക്കൊല്ലു എന്ന് പറയും. അല്ലെങ്കിൽ വിചാരിച്ചാൽ തള്ളയുടെ സാരിയും കൊണ്ട് ഫാനെ കയറി കെട്ടിത്തൂങ്ങും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മനസ്സിന്റെ ശേഷിക്കുറവ് കൊണ്ടാണ്. മനസ്സിന്റെ ശേഷിക്കുറവ്. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് സാറന്മാരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് തല്ലും മേടിച്ച് പോകലിൽ ഇട്ടുകൊണ്ടായിരിക്കും വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് മിണ്ടാൻ പറ്റുകയില്ല. മിണ്ടിയാൽ വീട്ടിൽ നിന്നും കൂടെ കിട്ടും, അതുകൊണ്ട് മിണ്ടുകയില്ല. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ബാധിക്കുക പോലും ഇല്ല, എത്ര തല്ല് കിട്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനല്ല. പിള്ളേർക്ക് സഹനശക്തിയില്ല, വിവേകമില്ല, സഹനശക്തിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് വികാരം കൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. അത് സാരിയും കൊണ്ട് പാനക്കയറി തൂങ്ങുന്നത് മാത്രമല്ല, പ്രേമത്തിന്റെ കാര്യത്തിലായാലും ജീവിതത്തിന്റെ പരാജയങ്ങളിലായാലും എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാതെ തോറ്റു പോകുന്നതിൽ പോലും പിള്ളേരുടെ ഈ ദൗർബല്യമുണ്ട്. ഈ ബ്രഹ്മചര്യ സൂത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടിയാണ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് മനസ്സിന് അസാധാരണമായ ശക്തി കിട്ടും. ഇത് 40 വർഷത്തെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. 40 വർഷത്തെ അനുഭവം. അതുപോലെയാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കയറിയാൽ ഗൃഹസ്ഥൻ എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും ഇളയ കുട്ടിയുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ വാനപ്രസ്ഥാശ്രമമാണ്. വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, എങ്ങും പോകണ്ട. പക്ഷെ ഏറ്റവും ഇളയ കുട്ടിയുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പിന്നെ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ കയറി കണ്ടമാനം കൈയിടാൻ പോകരുത്. വീടുകളിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം ഇതാ. ഏറ്റവും ഇളയ കുട്ടിയുടെ വിവാഹം നടന്നു കഴിഞ്ഞാലും അച്ഛനും അമ്മയും കൂടെ അവിടെ കയറി അവർ ഭരണം നടത്തും. നിങ്ങൾ എന്തിനാ ഭരണം നടത്തുന്നത്? നിങ്ങൾ വാനപ്രസ്ഥികളായി കഴിഞ്ഞു. വാനപ്രസ്ഥികളുടെ ഡ്യൂട്ടി രണ്ടാ. ഒന്ന് സമൂഹധർമ്മം. നിങ്ങളുടെ സമൂഹത്തിന്റെ കാര്യം നോക്കണം. സമൂഹത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാജ്യം പോകുന്നത് എങ്ങോട്ടാ, നിങ്ങളുടെ സമൂഹം എങ്ങോട്ടാ പോകുന്നത്, സമൂഹത്തിന് ആവശ്യമായ സ്കൂളുണ്ടോ, കോളേജുണ്ടോ, ഹോസ്പിറ്റലുണ്ടോ, നിങ്ങളുടെ ആരാധനാലയങ്ങൾ ശരിയാണോ, ആരാധനാലയങ്ങൾ നടത്തുന്നത് ശരിയായിട്ടാണോ, ഇതൊക്കെ കൃത്യമായിട്ട് നോക്കേണ്ടത് വാനപ്രസ്ഥിയുടെ ചുമതലയാണ്. വീട്ടിനകത്തിരിക്കേണ്ട വീട്ടുകാര്യങ്ങൾ മക്കൾക്കൊന്ന് വിട്ടുകൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സമൂഹത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. 1. 2, അടുത്ത ജന്മത്തിന് തയ്യാറാവുക. അടുത്ത ജന്മത്തിന് തയ്യാറാവുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ഈ ജന്മത്തുണ്ടാകുന്ന ദാരിദ്ര്യം, രോഗങ്ങൾ, ദുരിതങ്ങൾ, ആയുസ്സില്ലാതെ വരിക, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പുറകിൽ നിന്ന് വരുന്നതാണ്. കഴിഞ്ഞ അനവധി ജന്മങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതിന് നിങ്ങൾ വാനപ്രസ്ഥികളായി കഴിയുമ്പോൾ അതിനുള്ള പരിഹാരം ചെയ്യണം. അടുത്ത ജന്മം നേരെയാകാനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അടുത്ത ജന്മത്തിൽ സമ്പത്ത് ഉണ്ടാവണം. വൈകുന്നേരം ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞ് ശങ്കരാചാര്യർ എഴുതിയ കനകധാരാസ്തവം എന്ന് പറഞ്ഞൊരു കീർത്തനമുണ്ട്, അത് ചൊല്ലണം. എല്ലാ ദിവസവും ചൊല്ലണം. ഇത് അടുത്ത ജന്മത്തിൽ നിങ്ങളെ സഹായിക്കും, ഈ ജന്മത്തും സഹായിക്കും. എന്തെങ്കിലും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നഷ്ടം വരികയില്ല. അപ്പൊ ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് ലളിതാ സഹസ്രനാമം ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥിയും സന്യാസിയും ഒരുപോലെ ജപിച്ചുകൊള്ളണം. ഇത് ബേസിക്കാണ്, മിനിമം. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ലളിതാ സഹസ്രനാമം ജപിച്ചേ പറ്റൂ.
രണ്ട്, അത് ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രത്യേക ആവശ്യത്തിനുള്ള കീർത്തനങ്ങൾ ചൊല്ലണം. പ്രത്യേക ആവശ്യം എന്താ? ഇപ്പൊ വീട്ടിലെ കുട്ടികളില്ല, ആർക്കെങ്കിലും കുട്ടികളില്ലാന്നിരിക്കട്ടെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സന്താന ഗോപാല മന്ത്രം 108 തവണ വീതം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ജപിക്കണം. എന്നിട്ട് ഭാഗവതത്തിലെ സന്താന ഗോപാലം എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. അത് 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെച്ചിരുന്ന് അത് വായിക്കണം. കുട്ടികൾ ഉണ്ടാകുന്നത് വരെ വായിക്കണം. അധികം താമസിക്കുകയൊന്നുമില്ല. ഒരു 41 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം തീർക്കാനുള്ള വഴി തെളിഞ്ഞു വരും. അപ്പോൾ അത് സന്താന ഗോപാലം. ഇനി കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികളുടെ 28 ഒരു തവണത്തെ നക്ഷത്ര കാലം കഴിയുമ്പോൾ, അതായത് കുട്ടികളുടെ 28 കെട്ടുന്ന സമയത്ത് ഈ മന്ത്രത്തിന്റെ ജപം അവസാനിപ്പിക്കും. പിന്നെ ജപിക്കരുത്. വിവാഹം നടക്കുന്നില്ല എന്നിരിക്കട്ടെ, സ്വയംവര പാർവതി മന്ത്രമുണ്ട്, അത് ഇതുപോലെ ഉപാസന ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഭാഗവതത്തിലെ രുക്മിണി സ്വയംവരം, അതിരുന്ന് രാവിലെയും വൈകിട്ടും വായിക്കാൻ പറയും. ഇത് 9 അതിന്റെ ഗുണിതങ്ങളോ വായിച്ചാൽ മതി. 9, 9 2 18, 9 3 27, അങ്ങനെ 9ന്റെ ഗുണിതങ്ങളായിട്ടാണ് വായിക്കുക. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് വിവാഹം നടക്കും. നിങ്ങൾ എങ്ങും സഹായത്തിന് പോകേണ്ട കാര്യമില്ല. അപ്പൊ ലളിതാ സഹസ്രനാമം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും വായിക്കുക. ഇത് വായിച്ചേ പറ്റുള്ളൂ. രണ്ടാമത്, നിങ്ങളുടെ സ്പെഷ്യൽ ആവശ്യം എന്താണ് അതിനുള്ള ജപം നടത്തണം. ബിസിനസ്സുകാരാണെങ്കിൽ അതിന് നഷ്ടം വരാതിരിക്കാനും അത് പൊളിയാതിരിക്കാനും ശങ്കരാചാര്യർ എഴുതിയ കനകധാരാസ്തവം ചൊല്ലണം. ഇല്ലെങ്കിൽ അതിന് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന മന്ത്രങ്ങൾ ഉണ്ടാകും, അത് ആവർത്തിക്കണം. അപ്പൊ സന്താനങ്ങളില്ലാത്തവർ അതിന്റെ മന്ത്രം, വിവാഹം നടക്കേണ്ടവർ അതിന്റെ മന്ത്രം, ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനുള്ള പാരായണങ്ങൾ ഇതിനോട് ചേർത്ത് ചെയ്യണം. അപ്പൊ ചേർത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഒരു മന്ത്രം ജപിക്കുന്നു, സന്താന ഗോപാല മന്ത്രം ജപിക്കുന്നു ഇരിക്കട്ടെ, അത് ആദ്യത്തെ കുറെ തവണ ജപിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് 10 വർഷം മുമ്പെങ്കിലും തുടങ്ങണം. ലളിതാ സഹസ്രനാമം ഞാൻ പറഞ്ഞല്ലോ രാവിലെയും വൈകിട്ടും നിർബന്ധമാണ്. അതിനോടൊപ്പം ആയുസ്സിന് ദോഷമുണ്ടെങ്കിൽ ചന്ദ്രശേഖരാഷ്ടകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഭജനാവലികളിലൊക്കെ ഉണ്ട്. 8 ശ്ലോകങ്ങളും ഒരു ഫലശ്രുതിയുമാണ്, 9 ശ്ലോകങ്ങളും. അത് ഈ ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞ് അതിനോടൊപ്പം ജപിച്ചാൽ മതി. ആയുസ്സിന്റെ ദോഷം ശരിയാവും, ദോഷം മാറിക്കിട്ടും, മരിക്കില്ല, മരണത്തെ ഒഴിവായി കിട്ടും. ഇതിനൊക്കെയുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. അതിനാണ് ഈ ശ്ലോകത്തിനകത്ത് പറഞ്ഞത് ഷഡ്കരണങ്ങൾ, 6 കരണങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുന്നു. ശരീരം കൊണ്ട്, കായേന വാച വാക്കുകൊണ്ട്, മനസ്സേന്ദ്രിയേവ മനസ്സുകൊണ്ട്, 10 ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ബുദ്ധ്യാത്മന നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, പിന്നെ പ്രകൃതേ സ്വഭാവ സഹജമായ സ്വഭാവം കൊണ്ട്. നിങ്ങളുടെ സ്വഭാവം അങ്ങനെ, അതുകൊണ്ട് അവരങ്ങനെ ചെയ്യും. എടാ എന്തിനാ കുഞ്ഞെ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ എന്തോ ചെയ്യാനാ, ഞാനങ്ങ് ചെയ്തു പോയി, സ്വഭാവം അതാ, അങ്ങനെ അങ്ങ് ചെയ്തു. അപ്പൊ സ്വഭാവം കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ സ്വഭാവം കൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിന്റെ ഫലം ഇങ്ങ് വരും. ഫലം വന്ന് തലയിൽ കയറി കഴിയുമ്പോൾ അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. ഈ കർമ്മങ്ങളുടെ ഫലം മുഴുവൻ നേരിട്ടിങ്ങ് വരും. ഇതിനെയാണ് ഷഡ്കരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആചാര്യൻ പറയുന്നത് ഈ ഓരോന്നുകൊണ്ടും കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇത്രയേ ഉള്ളൂ. മറ്റൊരാളിന് ഇതുകൊണ്ട് ദുഃഖമോ ക്ലേശമോ ഉണ്ടാകരുത്. വേറൊരാളിന് ക്ലേശമോ ദുഃഖമോ ഉണ്ടാകരുത്. പലരും ധരിച്ചിരിക്കുന്നത് ഭാര്യയാണെങ്കിൽ ഇവർ എന്നെ ശുശ്രൂഷിക്കാൻ ബാധ്യസ്ഥയാണ് എന്നാ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഭർത്താവാണെങ്കിൽ ഇയാൾ എന്റെ കാര്യം നോക്കാൻ ബാധ്യസ്ഥനാണ്, ഇങ്ങനെ ആ മനുഷ്യർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവസാനം അയാൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അയാളോട് ഒരു ചൂടാകും. ഈ ഭാര്യ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അയാളോട് നേരെ കാപ്പി എന്താ സമയത്തിന് കൊണ്ടുവരാൻ, ഗ്ലാസ് എടുത്ത് ഏറ് വെച്ചു കൊടുക്കും. ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് സമയത്തിന് കാപ്പി കൊണ്ടുവന്ന് കൊടുക്കേണ്ടത് ഭാര്യയുടെ ചുമതലയാണ് എന്നാൽ വെറുതെ ധരിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ ചുമതലയൊന്നും ആർക്കുമില്ല, ഇതൊരു ധർമ്മമാണ്. അങ്ങനെ ചെയ്താൽ അവർക്ക് അതുകൊണ്ട് ഗുണം കിട്ടും, ചെയ്തില്ലെങ്കിൽ ദോഷം ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ സംഗതി, ബാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ എല്ലാവരും നോക്കിക്കൊള്ളണം എന്ന് ശഠിക്കാൻ പറ്റില്ല. നിങ്ങൾ കാപ്പി കുടിക്കുന്ന ഗ്ലാസ് നിങ്ങൾ കഴുകി വെക്കണം. വേറെ ആരെങ്കിലും കഴുകിയാൽ അവർക്കൊരു ക്ലേശം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കണം. സ്വയം കഴുകി വെക്കണം. നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം വേണമെങ്കിൽ അത് ഉണ്ടാക്കാൻ ചുമതലപ്പെട്ട ആളിനോട് പറയണം, ഇത് നിനക്ക് സ്വസ്ഥതയുള്ള സമയത്ത് പറ്റുമെങ്കിൽ ഇത് ഉണ്ടാക്കുക. അത്രയേ ഉള്ളൂ. ഉണ്ടാക്കിയില്ലെന്ന് വിചാരിച്ച് കയറി മെക്കിട്ട് കയറാൻ പോകരുത്. അങ്ങനെ മെക്കിട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല, അതിനുള്ള ഒരു ബാധ്യതയും ആർക്കുമില്ല. നമ്മുടെ ഈ ബന്ധങ്ങൾ
അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, നിങ്ങളുടെ മിത്രങ്ങൾ, ഇതൊക്കെ എന്ന് വന്നതാ ഇതെന്ന് ചിന്തിക്കണം. ഇത് വന്നത് എവിടെ നിന്നാണ് വന്നത്? എന്തെങ്കിലും ഒരു ഉപാസന ചെയ്യണം എന്ന് പറയുമ്പോൾ, ഈശ്വരനെ സ്മരിക്കണം എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും അത് വീട്ടില് ഭർത്താവിന്റെ കാര്യം നോക്കണം, ഭാര്യയുടെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, അച്ഛന്റെ കാര്യം നോക്കണം, ഇതൊക്കെ നോക്കണമെന്നാണ് പറയുക. എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഈ അച്ഛൻ ഉണ്ടായത് നിങ്ങൾ ശരീരം എടുത്തത് കൊണ്ടാണ്. അമ്മ ഉണ്ടായത് നിങ്ങൾ ശരീരം എടുത്തത് കൊണ്ടാണ്. കുട്ടികൾ ഉണ്ടായത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നാണ്. നിങ്ങളുടെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം നിങ്ങളുടെ ശരീരത്തിന്റെയാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. അച്ഛനുമില്ല, അമ്മയുമില്ല, ഒരു കുന്തവുമില്ല, പോയി ആത്മാവിന്റെ പാട്ടിന് പോയി. അപ്പൊ പിന്നെ നിങ്ങളുടെ ഈ ബന്ധങ്ങളൊക്കെ എവിടുന്നാ വന്നത്? ഈ ശരീരത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ ഈ ശരീരം ആരാണ് നിങ്ങൾക്ക് തന്നത്? അത് ഋഷികേശനാണ്. ജഗത്ത് മുഴുവൻ ഭഗവാന്റെ പേര് ഋഷികേശൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഋഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, 10 ഇന്ദ്രിയങ്ങളാണ് ഋഷീകങ്ങൾ. ശരീരം മൊത്തം വരും 10 ഇന്ദ്രിയങ്ങളും കൂടെ വരുമ്പോൾ. അപ്പൊ ഋഷീകങ്ങളുടെ ഈശനായതുകൊണ്ടാണ്, അതായത് നിങ്ങളുടെ ശരീരങ്ങളുടെ ഉടമസ്ഥൻ അത് ഭഗവാനാണ്, ഋഷികേശൻ. ഈ ശരീരം ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നത് ഋഷികേശനാണ്. തന്ന് ഭൂമിയിലോട്ട് വിട്ടത് അവനാണ്. അവൻ ഏത് സമയത്ത് തിരിച്ചു വേണമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഒരു അനുവാദത്തിന്റെ ആവശ്യമില്ല, അവനിത് കൊണ്ടുപോകും, ഉടച്ചു വാർക്കും. എന്നിട്ട് വേറൊരു ശരീരം നിങ്ങൾക്ക് തന്നിട്ട് പറയും ഇതുകൊണ്ട് പോകാൻ പറയും. അവൻ പറയുന്ന സമയത്ത് ഭൂമിയിലേക്ക് വരണം. അവൻ തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഇതും കളഞ്ഞിട്ട് നിങ്ങൾക്ക് പുറകെ പോകേണ്ടി വരും. യോഗികൾക്കൊഴികെ. യോഗികൾ അങ്ങനെയല്ല. യോഗികൾ അവർ സ്വയം തീരുമാനിക്കും എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം എന്നുള്ളത് യോഗികൾ സ്വയം തീരുമാനിക്കുക ചെയ്യുന്നത്. സാധാരണ മനുഷ്യർക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റില്ല. ഈശ്വരന്റെ തീരുമാനത്തിന് വിധേയമാകാനേ പറ്റൂ. നമ്മൾ വഴിപാടുകൾ കഴിക്കുന്നതും ജ്യോത്സ്യനെ പോയി കാണുന്നതും ഒക്കെ ഇതാ, നമ്മൾ വിചാരിക്കുന്നത് നടക്കാനാണ്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നടക്കണം. ആചാര്യൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതല്ല നടക്കേണ്ടത്, ഈശ്വരന്റെ ഹിതമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. ഇതങ്ങ് ഈശ്വരനെ വിട്ടുകൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാൻ എന്താ നമ്മളെ കൊണ്ട് പറ്റാത്തത്? ക്ലേശങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ മുറുക്കെ പിടിക്കും. ഞാൻ പറഞ്ഞിടത്ത് കൊണ്ടുവന്ന് കെട്ടണം. അപ്പൊ ആൾക്കാർ വന്ന് ചോദിക്കും, ഇങ്ങനെ ഭർത്താവ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അതിനെന്താ എന്ത് വഴിപാട് കഴിച്ചാൽ നേരെയാണ്? എന്തെങ്കിലും ഒരു വഴിപാട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതിനെന്താ ചെയ്യുക? ഈ ഭർത്താവ് നിങ്ങൾ പറയുന്നത് കേൾക്കണമെന്നുണ്ടോ? ആരെങ്കിലും അമ്പലത്തിൽ വന്നാൽ തിരുമേനി ഈ ഋഗ്വേദത്തിലെ ഏതെങ്കിലും ഇഷ്ടമുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് വെള്ളം തളിച്ചാൽ മതി, ബാധ ഒഴിഞ്ഞു വിട്ടോളൂ. ഇത് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഇറങ്ങി ഓടി. അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ തന്നെ പറഞ്ഞതാണ്. പക്ഷെ ഒരു കാര്യം വാസ്തവമാണ്, ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഇദ്ദേഹം നരസിംഹൻ ഭട്ടതിരിപ്പാട് ഉണ്ടായിരുന്ന കാലത്തോളം അവിടെ എന്തെങ്കിലും ബാധയുമായി ആൾക്കാർ വന്നാൽ അദ്ദേഹം വെറുതെ ശംഖിൽ നിന്ന് ജലം തളിക്കുക മാത്രമേ ഉള്ളൂ. ഋഗ്വേദത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് ജലം തളിക്കും. അപ്പൊ ഈ കുരുമ്പ എന്ന് പറയുന്നത് 14 വയസ്സുള്ള കുട്ടി എന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പൊ ഇവിടെ ഒരുപക്ഷെ ആ സങ്കല്പത്തിലായിരിക്കണം പ്രതിഷ്ഠ നടന്നിരിക്കുന്നത്. അപ്പൊ ഈ സങ്കല്പത്തിന്റെ പ്രത്യേകത മുതിർന്നയാൾ എന്നുള്ള സങ്കല്പത്തെക്കാൾ പ്രത്യക്ഷത്തിൽ ഫലസിദ്ധി തരുന്നത് കുട്ടി എന്നുള്ള സങ്കല്പമാണ്. ഇത് പണ്ട് മുതലേ ആചാര്യന്മാർ പറഞ്ഞിട്ട് കുട്ടിയായിട്ട് ആരാധിച്ചു പോകാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സങ്കല്പം എടുക്കാൻ കാരണം. അപ്പോൾ കൂടുതൽ വിജ്ഞാന ശകലങ്ങളുമായി നിങ്ങളുടെയൊക്കെ ജീവിതം വളരെ ധന്യമാകട്ടെ. എല്ലാ ദിവസത്തെയും പ്രഭാഷണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രായോഗികമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസത്തെയും പ്രഭാഷണങ്ങൾ കേൾക്കണമെന്നും അവർക്ക് ആകാവുന്നത്ര ജീവിതത്തിൽ പകർത്തണമെന്നും അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.